ആരും ഇങ്ങനെ സഹായിക്കാനില്ലായിരുന്നു. മുരളി സാറിന്റെ കെയർ ഓഫിൽ അവിടെ ഉക്രൈനിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുകയും നമ്മൾ ആ രീതിയിൽ സഹായിക്കുകയും ഒരു 10 ദിവസത്തോളം എടുത്ത് ആളിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. ന്യൂസ് പറഞ്ഞ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സഹായത്താല് എല്ലാവരെയും തിരിച്ചു നാട്ടിലെത്തിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മളുള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വഞ്ചൂർ പെരുമ്പള്ളി എന്ന സ്ഥലത്താണ്. ഉക്രൈനില് കോവിഡിന്റെ തുടക്കകാലത്തിൽ യുദ്ധവും എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന സമയത്ത് അച്ചിൻ ബാസി എന്ന വിദ്യാർത്ഥിയെ വി മുരളീധരൻ ചേട്ടന്റെ ഇടപെടൽ മൂലം രക്ഷിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളിപ്പോ അച്ചിൻ ബാസിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അച്ചിൻ ബാസിയുടെ അച്ഛൻ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം, ചോദിച്ചറിയാം. ചേട്ടാ, ആ സമയത്തെ കാര്യങ്ങളൊക്കെ വിവരിക്കാവോ? എങ്ങനെയാണ് കാര്യങ്ങൾ? വി മുരളീധരൻ ചേട്ടൻ എങ്ങനെയാണ് ഇടപെട്ടത്? അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെട്ടത്? അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? അത് ഉക്രൈനിൽ അടി നടക്കുമ്പോഴേക്കും നമ്മളിവിടെ ആകെ വിഷമിച്ച് ടെൻഷനായിട്ടിരിക്കുമ്പോഴേക്കും പിന്നെ ആരും ഇങ്ങനെ സഹായിക്കാനില്ലായിരുന്നു. മുരളി സാറിന്റെ കെയർ ഓഫിൽ അവിടെ ഉക്രൈനിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുകയും നമ്മൾ ആ രീതിയിൽ സഹായിക്കുകയും ഒരു 10 ദിവസത്തോളം എടുത്ത് ആളിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. അതിന് ഫ്ലൈറ്റ് എല്ലാം നമ്മളൊന്നും അറിഞ്ഞില്ല, എല്ലാം അവർ തന്നെയാണ് ചെയ്തത്. എല്ലാം കേന്ദ്ര സർക്കാർ തന്നെ ചെയ്തു. നമ്മളിവിടെ ആലങ്കോട് വണ്ടി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരായിരുന്നു. കോവിഡ് സമയമായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി താഴെ നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോവുകയും അവൻ മാത്രം ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയും ചെയ്തു 10-20 ദിവസം. അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നെ അന്ന് പഞ്ചായത്തിന്റെ എല്ലാവരും വന്നിരുന്നു, പഞ്ചായത്തിൽ നിന്ന് എല്ലാ ആൾക്കാരും ഇവിടെ വന്നിരുന്നു. വന്നപ്പോഴും അതിന് വന്നതിന് മുന്നേ ഒക്കെ വന്നിരുന്നു. അങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തായാലും നമ്മൾ അത് സന്തോഷമാണ്. എങ്ങനായിരുന്നു ആ സമയത്തെ കാര്യങ്ങൾ? അതായത് കോവിഡ് സമയത്ത് മോൻ അവിടെ 2 ആഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളം പോലും കിട്ടാതെ അവര് പ്രോട്ടീൻ ബിസ്ക്കറ്റ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലും 2 ആഴ്ച ആൾക്കാർ വരുമ്പോ പിന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിളിച്ചാൽ കിട്ടുമായിരുന്നു. അവർക്ക് ഓരോരുത്തരെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ ചാർജ് തീരാ വെച്ചിട്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണ്, വേറെ കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ രാത്രിയും പകലും ഫുള്ള് TV കണ്ടിട്ട് എന്നിട്ട് മോൻ പറഞ്ഞു, മോൻ TV ഒന്നും കാണണ്ടമ്മ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ടിരിക്കണം, ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ആൾക്കാരെല്ലാവരും വന്നു പോയെന്നപ്പോൾ ഞങ്ങൾക്ക് ആ ടെൻഷനായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം ന്യൂസ് പറഞ്ഞ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ സഹായത്താൽ എല്ലാവരെയും തിരിച്ചു നാട്ടിലെത്തിക്കാനുള്ളതാണെന്ന് അതറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമായി. കാരണം ഇത്രയും അകലെ കിടക്കുന്ന മോനെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണമെന്നുള്ള അങ്ങനെ ഇവിടുത്തെ ഇതറിഞ്ഞപ്പോഴേ തന്നെ ഞങ്ങൾ പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങും. കാരണം അവിടെ മിസൈൽ സൈറം മുഴങ്ങാത്ത സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയിട്ട് അവര് സൈറൻ മിസൈലിന്റെ സൈറൻ കേൾക്കുമ്പോൾ അവര് വീണ്ടും എവിടെയെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ കയറും. എങ്ങനെയെങ്കിലും ട്രെയിനിൽ ട്രെയിനിലെന്ന് വെച്ചാൽ അവര് 24 hours അങ്ങനെ ട്രെയിനിൽ നിന്നാണ് യാത്ര ചെയ്തത്. അത് ലൈറ്റ് പോലും ഓണാക്കാതെ അവര് പട്ടാളക്കാർ നിന്നിട്ട് അവർക്ക് സംസാരിക്കാൻ പോലും പറ്റൂല. അവര് ഒരു 24 hours അവര് കംപ്ലീറ്റ് അവിടെ നിന്നിട്ടാണ് അവര് ട്രെയിനിൽ യാത്ര ചെയ്തത്. ട്രെയിനിൽ യാത്ര ചെയ്ത് അവര് പോളണ്ടിലെത്തി. പോളണ്ടിലല്ല, ഇതിന്റെ തന്നെ ഒരു ബോർഡറിലെത്തി. അവിടെ വന്നിട്ട് ഇവർക്ക് കാരണം ഇവിടെ അതിൽ പൈസ ഒന്നും ഇല്ലല്ലേ. അപ്പൊ അവിടെ വന്നിട്ട് അവർക്ക് ജ്യൂസ് എന്തോ കൊടുത്തപ്പോ -4 ആയിരുന്നു അവിടുത്തെ തണുപ്പ്. എന്നിട്ട് ഇവർ അവിടെ വന്നിട്ട് പോളണ്ട് ബോർഡറിൽ കയറാൻ തന്നെ 12 hours അങ്ങോട്ട് ലൈനിൽ നിന്ന്. അപ്പൊ കുറച്ച് കുട്ടികൾ ഈ തണുപ്പിൽ കുഴഞ്ഞു വീണവരുണ്ട്. എന്നിട്ട് ഇവരവിടെ നിന്ന് അതിന് ശേഷം അവിടെ നിന്ന് പോളണ്ടിലേക്ക് അവിടെ ഒരു ആശ്രമത്തിലാണ് അവർക്ക് അക്കോമഡേഷൻ കൊടുത്തത്. പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കൊടുത്ത് ഒരു ദിവസം അവർ ഫുൾ ഡേ അവിടെ ഇതായി. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഡൽഹി കൊണ്ടുവന്ന് അതിനുശേഷം പിന്നെ അവർ ഹാപ്പിയായി ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി ഞങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷമായത്. എന്തായാലും അത് ചെയ്തതിന് മുരളി സാറിൻ്റെ അടുത്ത് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അത് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെ സുരേഷ് സാറും വിളിച്ചായിരുന്നു. ഞങ്ങളിങ്ങനെ നമ്പർ എടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ അൽഫോൻസ് സാറിനെയും വിളിച്ചായിരുന്നു. ഞങ്ങളെ കൊണ്ട് വിളിക്കാൻ ആരുടെ നമ്പർ കളക്ട് ചെയ്യാൻ പറ്റും കളക്ട് ചെയ്ത് അവരെന്നെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മോനെ എങ്ങനെയും രക്ഷിക്കണം, കാരണം ഞങ്ങൾ അത്ര അവസ്ഥയിലാണ് എന്നുള്ള ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് എത്തുന്നെല്ലാം ഞങ്ങൾ സഹായിക്കാം, നാട്ടിലെത്തിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതൊരിക്കലും ഞങ്ങൾ എപ്പോഴും ആ ഒരു കടപ്പാട് ഞങ്ങൾക്കുണ്ട്, അതൊരിക്കലും മറക്കത്തില്ല. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്ന് വി മുരളീധരന്റെ ഇടപെടൽ മൂലം രക്ഷപ്പെട്ട് നാട്ടിൽ സേഫായി എത്തിയ അച്ചിൻ ബാസിയുടെ വീട്ടിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ ഫ്രെഡിയോടൊപ്പം വൈശാഖ്, ജന്മഭൂമി ഓൺലൈൻ.